കുഞ്ഞാപ്പോ എന്തോടെ പുതിയ ഷർട്ടൊക്കെ ഇട്ടിക്കണല്ലോ. ആശാത്ത തന്നതാണിത്. കുഞ്ഞാപ്പൂ ഇത് കിട്ടും നല്ല ഭംഗിണ്ടാവും എനിക്ക് തന്നെ. ആശാത്താന്റെ മോന്റെയാണിത്. ആ മോന്റെ ഇതിനെന്താ പൂച്ച മൂത്ര വെച്ചത്രേ. അപ്പൊ ചെക്കൻ പറഞ്ഞ അത്രക്ക് വേണ്ട, പൂച്ച മൂത്രം അയച്ചു വെക്കണം. അത് കഴുകിട്ടാ പോരല്ലേ. ഇമ്മ കഴിക്കാൻ ഞാൻ കഴിക്കൊന്നുമില്ല. പൂച്ച മൂത്രം അയച്ചു എനിക്ക് ഷർട്ട് വേണ്ട. അങ്ങനെ അറിയാം അന്നത്തെ പിള്ളേർക്ക് സത്യമ്മ മേലേന് പണ്ടൊക്കെ കുപ്പായം കിട്ടാൻ ഗൾഫുകാര് വരണം, എന്നാലേ പോലീസീലെ കിട്ടുള്ളൂ എന്ന് പറയും. ഇന്നിപ്പോ പോലീസീലൊന്നും വേണ്ടല്ലോ, ഒന്ന് ഇഷ്ടത്തിലുണ്ടല്ലോ കിട്ടാനില്ലേ. അപ്പൊ അല്ല പറയാ മോഡലാണത്. അതന്നെയാണ് എല്ലാരും നോക്കി ചിരിക്കുന്നത്. ഞാൻ മോഡലായിക്കുന്ന വെച്ചിട്ടില്ലേ. എന്തായാലും ഇങ്ങനെ ഒന്ന് നടന്നാ പോരല്ലേ. എല്ലാ സ്ഥലത്തിലും പൂച്ച വെച്ചിന്റെ ഒക്കെ എനിക്ക് കിട്ടിയിരുന്നു. പാൻറ് ഒക്കെ നടക്കണം. ഇനി ഞാനൊരു എന്നോട് എല്ലാരും പറഞ്ഞു ഞാൻ പോയി എന്റെ ഈ ലുങ്കി തുണി ഇതൊക്കെ ആക്കിക്കൊണ്ട് ഇജ്ജ് പാൻറ്റൊക്കെ മുച്ച് നടക്കണം. നല്ല നല്ല പെണ്ണുങ്ങള് ഇതിൽ ചിറ്റും അത്ര. ശരിയാണ്. അപ്പൊ നല്ല നല്ല പെണ്ണുങ്ങൾ ഇതിൽ ചിറ്റും, ഇത് കമ്പനി ആവും. അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന് സ്നേഹമാവും. പക്ഷെ കല്യാണം കഴിക്കും ചെയ്യല്ലേ. ലാസ്റ്റ് ഉള്ളവർക്ക് മറ്റേ കല്യാണമൊക്കെ മടങ്ങിയല്ലേ. അല്ല കല്യാണം മടങ്ങിയാണ്. ഉമ്മ എന്താ പറഞ്ഞപ്പോ വന്നിട്ട് ഉമ്മ എന്താ പറയാനാണ്. ഉമ്മ അറിയും ഇങ്ങനെ ഗാഡി കളിച്ചിട്ടാണ്. ഇനിയിപ്പം മഴക്കാലൊക്കെ അല്ലേ, മഴക്കാലൊക്കെ കഴിഞ്ഞോട്ടെ വേനൽക്കാലൊക്കെ ആയിട്ട് കല്യാണം നോക്കാം. മഴയൊക്കെ കാരണം പറ്റൂലായിരുന്നില്ലേ. മോനെ ഞാനിപ്പോ എടുക്കട്ടെ, എനിക്കറിയോ ഞാനിപ്പോ എടുക്കാണ് സർക്കാർക്കാണ്. ഇമ്മ അറിയും ഇന്ന് എന്താ റെഡ് അലർട്ടോ. നല്ല മഴയില്ലായിരുന്നു. അപ്പൊ ഒന്നും കിട്ടിയിട്ട് ചെയ്യാം. അപ്പൊ ഉമ്മ അറിയിച്ച് ഇനിയപ്പോ നബിസാക്കാർക്ക് പോയിക്കും, ഉമ്മക്ക് വരാൻ പറ്റൂല. മുറ്റിലൊക്കെ നിന്നോ, എന്തിനു പണിയുണ്ടെങ്കിൽ ഒരു നിന്ന് തിരിക്കും. അതൊക്കെ പോരേ പൈസ അല്ലാടാ എന്തിനും തിന്നാന്. എന്നോട് പറയാനും മോനെ ഒരു വെറുകിന്റെ ഇതില്ല, നനഞ്ഞ ഒഴിച്ച്. അത്ര മഴയല്ലേ. ഞാനിപ്പോ പാർത്ത് പോയിട്ട് വരികയാണ്. എന്താ വെള്ളം വെറുകാരം ഉണ്ടാക്കി കൊടുക്കാന് ചോറ് ആൾക്കാര് വലിയ പെരേന്റെ തറൊക്കെ ഇട്ടിട്ട് അപ്പൊ ഞങ്ങളെ പെരേന്റെ ഉള്ളിൽ അവിടൊക്കെ വെള്ളമാണ്. വെള്ളമായ കാരണം ഞങ്ങൾ എങ്ങനെയാ വെറുകരൊക്കെ. നാളെ എന്നോട് പറയാന് ഉമ്മ ഒരു കോഴിക്കോട് ഉണ്ടാക്കി. കോഴിക്കോട് ഉണ്ടായിട്ട് 7 കോഴിക്കോട് ഉണ്ടായിരുന്നു. ഇനി ഒരു പാമ്പ് വന്ന് കൊത്തി. ഉമ്മ അറിയാടാ ഒരു വലിയ താട്ടിക്കടാ ഇങ്ങനെ ഒരു ആണല്ലേന്ന്. ആണും പെണ്ണൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലേ ആ പാമ്പടെ കടിക്കും. പാമ്പിന്റെ നടക്കൂല. ഉമ്മാക്ക് അറിയണ്ടല്ലേ. അത് എന്നോട് പറയാന് ഞാൻ പറയുമ്പോ അങ്ങനെ മാറി നാളെ ആ പാമ്പ് വിട്ടോളൂ പറഞ്ഞു. എന്റെ പാമ്പ് ഇങ്ങനെ നോക്കി ഒറ്റ പോക്കാണ്ട് പോയി. നോക്കുമ്പോ മോനെ എന്ത് പാമ്പാണ്? ഒരു പാമ്പ് അല്ലല്ല അതിന്റെ ശേഷം ഞങ്ങൾ കോഴിക്കോട് ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കിയില്ല. എന്നോട് പറയും വെറുകാരെ കെട്ടാണെങ്കിൽ ചോറ വെള്ളമാണ്. അപ്പൊ മോനെ എന്താണ് വെറുക്കില്ല അത് ഉമ്മ അങ്ങനെ ഓരോന്ന് പറയുന്നു. എന്നോട് ഞാൻ പറഞ്ഞില്ലടാ കോഴമാരൊക്കെ കൊണ്ടുവരുമ്പോ ഇത് ചാർപ്പായ മേടിക്കാൻ നമുക്ക് ആയിയാണ്. എനിക്കറിയണ്ട ചാർപ്പായ എന്താന്നുള്ളത്. അത് ഞാൻ മേടിച്ചില്ല. എന്നാളാ മറ്റേ ചങ്ങായി നോട്ട് മേടിച്ച് പോയത്. ചന്ദ്രേട്ടന് വരികക്കാരല്ലേ എടുക്കാൻ പോയിക്കും. ദുബൈക്കോ ബോംബെക്കോ ഒക്കെ പോയിക്കും. എന്നിട്ടൊന്നും കാണാനില്ല. ചന്ദ്രേട്ടൻ നിന്നോട് എന്നോട് പറഞ്ഞു ഞാൻ ബോംബെയിലാണ് പറഞ്ഞു. പോകുമ്പോ പറഞ്ഞു ചേട്ടാ കുഞ്ഞാപ്പോ ഞാൻ എന്നെ കാണാൻ ഞാൻ ഇപ്പൊ ബോംബെയിലായിരുന്നു. കൂടെ സൈക്കിളിന് പോയി. ബോംബെക്ക് സൈക്കിൾ അല്ല കൂടെ സൈക്കിളിന് പോയിട്ടില്ല. ചോദിച്ചു ചന്ദ്രേട്ടൻ ഞങ്ങളെ കണ്ടിട്ട് കൊറേ കാണിക്കണല്ലോ, ഞാൻ ഇപ്പൊ ബോംബെയിലാണ് പറഞ്ഞു. അപ്പൊ എന്താണല്ലേ ദുബൈനെക്കാട്ടി അപ്പറല്ലേ ബോംബെ. എനിക്കിനി പോണടാ അപ്പറൊക്കെ നിന്നിട്ട് എന്താല്ലേ സൈക്കിൾ പോകാൻ പറ്റൂല. സൈക്കിൾ നല്ലടാ. എന്തായാലും ഉമ്മ പറഞ്ഞു ഒരു പാസ്പോർട്ടൊക്കെ ഉണ്ടാക്കി ബോംബെ പോകാനാ. ദുബൈയിലും ബോംബെയിലൊക്കെ പോവാത്ത പാസ്പോർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഉമ്മ റിസാത്താന്റെ ഓരോട് പറഞ്ഞേക്കണ് കുഞ്ഞാപ്പൂനെ ഇങ്ങനെ ഒന്ന് കട്ടിപ്പെടായിരുന്നു ഗൾഫിക്ക്. ഞങ്ങൾക്ക് പോയില്ലടാ, ഞങ്ങളെ പേരൊക്കെ ഒന്ന് നേരാക്കും ചെയ്യാ. ഗൾഫിലൊക്കെ പോയത് ഉഷാറാവും ചെയ്യൂലേ. പിന്നെ ഈ പൊട്ടത്തേരൊക്കെ നിൽക്കൂ. അപ്പൊ ആരെ പറഞ്ഞത്ര ഉള്ള ബന്ധം കളയണ്ട. എന്തിന് ഇന്നെ കൊണ്ടായിട്ടുള്ള ബന്ധം കളയണ്ട. ആരോട്? ഓരോട്.
ആരോ ആരും പറയാത്ര. അപ്പൊ ഉമ്മ അസൂയക്കാര് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ എന്താണ് നല്ലത്, അസൂയും കുറ്റും പോരും ആൾക്കാർക്ക് ഉമ്മ പറയണ ആൾക്കാർക്കൊന്നും അറിയില്ല. ഒക്കെ നമ്മള് വിന്നേരത്രേ മരിച്ചു പോണ്ടാണ് അത്രേ. അതൊന്നും ഇപ്പത്തെ ആൾക്കാർക്ക് ചിന്തയില്ല. അമ്മ ആർക്കും ചിന്തയില്ല. ഞാപ്പോ നമ്മളിങ്ങനെ നടന്നാ പോരാ, ഒക്കെ വിന്നേരാണ് നമ്മള്. അള്ളാഹു എപ്പോഴാ വിളിക്കുന്നത് അപ്പൊ നമ്മള് പോണോന്ന് ആകെ പോണ്ടരും. അവിടെ പൈസ എനിക്ക് അവിടെ കിട്ടാണ്ട് ഇവിടെ കിട്ടാണ്ട് കാര്യമില്ല. പോവന്നെ കൊണ്ട് ഒന്നും കൊണ്ടാൻ പറ്റൂല. അല്ല എനിക്കല്ല ഉള്ളവർക്കും പറ്റൂല കൊണ്ടാന്. അവിടെ കൊറേ കുട്ടികൾ ചൂണ്ടയിടുണ്ടല്ലോ, വർത്തനം കേൾക്കണ്ടില്ലേ? കേട്ടില്ലേ? കൊറേ നേരായി മീനൊന്നും കിട്ടിയിട്ടില്ല. കൊറേ നേരം അവിടെ നിന്ന് വച്ചുമ്പളിയൊക്കെ കിട്ടും. ആ പിള്ളേര് മോനെ എന്നാള് പന്ത് കളിക്കുന്നതിന്റെ കൂട്ടിയില്ല. ചെന്നപ്പോ ചെറിയ ചെക്കന്മാരല്ലേ കൊട്ടാമ്പ എടുക്കാൻ വരില്ല. കൊട്ടച്ചന്മാരുടെ പ്രായം ഉണ്ടെന്ന് ഞങ്ങളിപ്പോ കളിക്കാൻ പറ്റില്ല. ഞാൻ നാളെ പന്ത് തട്ടിട്ടാ ചെക്കനെ കാല് വീർത്ത് നോക്കി പോയിക്കോ അവിടെ ഉണ്ട്. വർത്താനം പറഞ്ഞു നേരം പോയത് അറിയില്ല. ഞാൻ പോട്ടെ.